പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവനാമമുഖത്തപ്പെട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും സൂക്ഷിക്കുന്നവരോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവനാമമുഖത്തപ്പെട്ട് ഞാനൊരു ചെറിയൊരു മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ രാവിലെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, വചനത്തിൽ നിന്ന് സംസാരിക്കുക. ദൈവം സഹായിക്കണം. ദൈവം അടിയനെ ബലപ്പെടുത്തണം. ദൈവം അടിയനെ കൂടെ ദൈവം സംസാരിക്കണേ പ്രാർത്ഥിക്കും. ദൈവം വിടുതലങ്ങൾ അൽപ്പമിച്ചണം. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ ജനങ്ങളും പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഈ ജനത്തെ ദൈവം സഹായിക്കണം. ഈ പാവം നിറഞ്ഞ ലോകത്തിൻ്റെ പാപത്തിൽ വീഴാതെ, ലോകത്തിൻ്റെ ശാപത്തിൽ വീഴാതെ, ആർക്കും ഒരു ശല്യവും ആരും ഉണ്ടാക്കാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ ജനത്തെ ദൈവം സഹായിക്കണം. ദൈവം വിടുതലങ്ങൾ അൽപ്പമിച്ചണം. ദൈവം ജനത്തോട് സംസാരിക്കണം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം നമുക്ക് ഒരു വചനം ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുന്ന വചനം ഏലി പുരോഹിതൻ്റെ വചനങ്ങളാണ് ചിന്തിക്കുന്നത്. ഏലി പുരോഹിതൻ. പണ്ട് കാലത്ത് ഏലി പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ പുരോഹിതൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരിക്കുന്ന ജനങ്ങൾ ചെയ്യുന്ന പാപപ്രവൃത്തികൾ, പണ്ടുണ്ടായിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ, മദ്യപാനമായാലും വെറിക്കൂത്തുകളായാലും, അവർ എന്ത് തെറ്റ് ചെയ്യുന്നു ആ തെറ്റിന് പ്രായശ്ചിത്തമായി അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ ദൈവം ക്ഷമിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്യുന്ന യാഗങ്ങൾ, ബലികളാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്താൽ ആ തെറ്റിന് ഒരു മോചനം കിട്ടുവാൻ, അവൻ അതിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ നിന്ന് പാവപ്പെട്ടവനാണെങ്കിൽ ഒരു പ്രാവൻ കുഞ്ഞിനെ കൊണ്ടുപോകും. സാമ്പത്തികമുള്ളവനാണെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആട്ടിനെ കൊണ്ടുപോകും. അങ്ങനെ അന്നുണ്ടായിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തിക്ക് ദൈവം അതിനെ ക്ഷമിക്കാൻ വേണ്ടി, ദൈവം അവനോട് കരുണ തോന്നാൻ വേണ്ടി, അവനോട് മനസ്സലിയാൻ വേണ്ടി അവൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു മൃഗത്തെ കൊണ്ടുപോകും. അപ്പോൾ ഈ മൃഗത്തെ കൊണ്ടുചെന്ന് ഈ പുരോഹിതനെ കൊടുക്കും. അപ്പോൾ ഈ ഏലി പുരോഹിതൻ ഈ മൃഗത്തെ വാങ്ങിച്ച് അതിനെ വെട്ടി വൃത്തിയാക്കി അതിനെ യാഗപീഠത്തിൽ വെച്ച് അതിനെ കത്തിക്കും. യാഗപീഠത്തിൽ വെച്ച് അതിനെ കത്തിക്കുമ്പോൾ അവൻ്റെ ആ കൊണ്ടുവന്ന വ്യക്തിയെ താൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത എന്ത് പാപപ്രവൃത്തിയായാലും, എന്ത് മോശപ്രവൃത്തിയായാലും, തൻ്റെ ഭാര്യ കാണാതെ ചെയ്ത കാര്യങ്ങൾ, തൻ്റെ മക്കൾ കാണാതെ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ എന്ത് പാപപ്രവൃത്തിയാണെങ്കിലും ആ പാപപ്രവൃത്തികളെല്ലാം സ്വർഗത്തിലെ ദൈവം അവനോട് ക്ഷമിക്കും. കാര്യം ഇവൻ കൊണ്ടുകൊടുത്ത യാഗം, ഇത് കത്തി, അതിൻ്റെ സുഗന്ധം മുകളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മണം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം അവൻ്റെ തെറ്റുകളെ ക്ഷമിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഏലി പുരോഹിതൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഏലി പുരോഹിതൻ അങ്ങനെ വരുന്ന എല്ലാ മൃഗങ്ങളെയും, ഇങ്ങനെ ഒരുപാട് യാഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊണ്ടുവന്ന് ഇങ്ങനെ യാഗം കഴിയും. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഈ ദൈവം ക്ഷമിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ ഏലി പുരോഹിതന് 2 മക്കളുണ്ട്. അവർ നല്ല ആരോഗ്യമുള്ള 2 പയ്യന്മാരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഏലി പുരോഹിതൻ യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന ഇറച്ചികൾ അത് വെന്ത് പരുവമായി വരുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് അവന്മാർ കമ്പികൾ കൊണ്ടുവന്ന് കുത്തിയെടുത്ത് ഈ ഇറച്ചിയെ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി തിന്നും. അപ്പോൾ ഇതൊന്നും ഏലി പുരോഹിതൻ അവരെ വിലക്കത്തില്ല. കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ്. അപ്പോൾ തെറ്റായതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ഈ ഏലി പുരോഹിതൻ തൻ്റെ മക്കളുടെ അടുത്ത് പറയത്തില്ല. അപ്പോൾ ഇവർ ഈ ഇറച്ചി വെന്ത് പരുവമായി വരുമ്പോൾ ഈ പയ്യന്മാർ കമ്പി കൊണ്ടുവന്ന് ഈ ഇറച്ചിയെ കുത്തിയെടുത്തുകൊണ്ട് പോയി അവർ കൊണ്ടുവന്ന് കഴിക്കും. അപ്പോൾ ഈ ചെയ്യുന്ന തെറ്റാണ്. ഇത് മക്കളെ അങ്ങനെ ചെയ്യരുത്, ഇത് ദൈവത്തിനുള്ള യാഗമാണ്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് ഏലി പുരോഹിതൻ തൻ്റെ മക്കളെ ഉപദേശിക്കുന്നില്ല. തൻ്റെ മക്കളായതുകൊണ്ട്, താൻ സ്നേഹിക്കുന്ന മക്കളായതുകൊണ്ട് ഏലി പുരോഹിതൻ അതെല്ലാം കണ്ടടയ്ക്കുന്നു. അതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുന്നു.
കാര്യം എൻ്റെ വീട്ടിലുള്ള മക്കളല്ലേ, നാട്ടുകാരുടെ മക്കളല്ലല്ലോ. എൻ്റെ വീട്ടിലെ മക്കളായതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഏലി പുരോഹിതൻ ഇതെല്ലാം കണ്ണടയ്ക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന മക്കളായാലും ശരി തന്നെ, നിങ്ങൾ സ്നേഹിക്കുന്ന മക്കളായാലും ശരി തന്നെ, അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന കണ്ടാൽ അവരോട് പറയണം, മോനെ ആ ചെയ്യുന്ന തെറ്റാണ്, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് അവരോട് പറയണം. കാര്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ആ പയ്യന്മാർ വലുതായി വരുമ്പോൾ, പെൺകുട്ടികളായാലും വലുതായി വരുമ്പോൾ അവർ വഷളത്തിലേക്ക് പോകും, അവർ തെറ്റിലേക്ക് പോകും, കൂടുതൽ തെറ്റിലേക്ക് പോകും, കൂടുതൽ വഷളത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ചിലപ്പോൾ അവർ നിങ്ങളെ ചീത്ത വിളിക്കും, ചിലപ്പോൾ നിങ്ങൾ അടിക്കും. അപ്പോൾ കുഞ്ഞും പ്രായത്തിൽ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ട് മനസ്സിലാക്കി, മക്കളെ അങ്ങനെ ചെയ്യരുത്, മോനെ അങ്ങനെ ചെയ്യരുത്, മോളെ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ മാത്രമേ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ നല്ലൊരു മാതൃക ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മളെ മക്കളല്ലെന്ന് വിചാരിച്ച് അതിനെ കാണാതിരിക്കുമ്പോൾ, അതിനെ മിണ്ടാതിരിക്കുമ്പോൾ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവർ വലിയ വഷളത്തിലേക്ക് പോകും. വലിയ വഷളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവരെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല, നമുക്കവരെ തടയാൻ കഴിയത്തില്ല. കാര്യം അവർ അതിനപ്പുറവും കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെ പിടിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരവരെ ഇഷ്ടമനുസരിച്ച് പോകും. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം. മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ദൈവം നിന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ അപകടമായി മാറും, വലിയ ദുരന്തമായി മാറും. സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഉപദേശിക്കുക. അവരെന്ത് തെറ്റ് ചെയ്താലും, മോനെ അങ്ങനെ ചെയ്യരുത്, മോളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നിനക്ക് വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ അത് നിനക്ക് വലിയ വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുക. അവരെ നല്ല മാർഗത്തിൽ വഴി നടത്തുക, നല്ല വഴിയിൽ കൂടെ അവരെ നടത്തുക. അപ്പോൾ ഇവിടെ ഏലി പുരോഹിതൻ ഈ കുട്ടികൾ ഇങ്ങനെ നല്ല ഈ ഇറച്ചികൾ വന്ന് കുത്തിയെടുത്ത് കൊണ്ടുപോയി അവന്മാർ തിന്നുമ്പോൾ ഏലി പുരോഹിതൻ ഒന്നും മിണ്ടുന്നില്ല. ഏലി പുരോഹിതൻ മിണ്ടാതിരിക്കുന്നു. എൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഏലി പുരോഹിതൻ മിണ്ടായിരിക്കുന്നു. ഇവിടെ യാഗം ചെയ്യാൻ വേണ്ടി എല്ലാ ആഴ്ചകളും അല്ലെങ്കിൽ എല്ലാ മാസം തോറും ഇവിടെ യാഗങ്ങൾ നടക്കുന്നു. ആടുകളെ കൊണ്ടുവരുന്നു, മൃഗങ്ങളെ കൊണ്ടുവരുന്നു, പ്രാവിനെ കൊണ്ടുവരുന്നു, യാഗം ചെയ്യുന്നു. അതിൻ്റെ സുഗന്ധം അറിഞ്ഞ് ദൈവം ആ കൊണ്ടുവന്ന വ്യക്തികളെ പാവപ്രവൃത്തികളെ ദൈവം ക്ഷമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏലി പുരോഹിതൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഇറച്ചി എടുത്തുകൊണ്ട് പോണത് ഏലി പുരോഹിതൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളെ മക്കളായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേക വർഷങ്ങൾ കഴിഞ്ഞു. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആ രാജ്യത്ത് ഒരു യുദ്ധം നടക്കാനിടയായപ്പോൾ ഏലി പുരോഹിതൻ്റെ 2 മക്കളും ആ യുദ്ധത്തിന് വേണ്ടി പോയി. ആ യുദ്ധത്തിന് വേണ്ടി ഏലി പുരോഹിതൻ്റെ 2 മക്കളും പോയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഏലി പുരോഹിതൻ്റെ മക്കളെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി അവിടെ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഹലോ ഏലി പുരോഹിത, നിൻ്റെ മക്കൾ യുദ്ധത്തിൽ മരിച്ചുപോയി, നിൻ്റെ മക്കൾ യുദ്ധത്തിൽ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ ഏലി പുരോഹിതനും അവിടെ ഇരിക്കുന്ന കസാരയിൽ ഇരുന്നു കൊണ്ട് തന്നെ വന്ന് വീണ് കഴുത്തൊടിഞ്ഞ് ഏലി പുരോഹിതനും മരിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, അവർ ചെയ്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഏലി പുരോഹിതൻ മിണ്ടാതിരുന്നുകൊണ്ട് എന്ത് പറ്റി? ഏലി പുരോഹിതൻ്റെ മക്കൾ 2 പേരും യുദ്ധത്തിൽ മരിച്ചു. ഏലി പുരോഹിതൻ കസാരയിരുന്ന ഏലി പുരോഹിതൻ മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് ഏലി പുരോഹിതനും മരിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, വചനപ്രകാരം ജീവിക്കണം. നമ്മൾ പാപങ്ങൾ ചെയ്യാൻ പാടില്ല, പാപത്തിൽ വീഴാൻ പാടില്ല. അപ്പോൾ പണ്ട് കാലത്ത് യാഗങ്ങൾ, മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. ആ യാഗത്തിൽ കൂടെ മനുഷ്യൻ്റെ പാവങ്ങളെ ദൈവം ക്ഷമിക്കും. പക്ഷേ അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ്റെ പാവങ്ങൾ തീരുന്നില്ല, മനുഷ്യൻ്റെ പാവങ്ങൾ കുറയുന്നില്ല, അത് കൂടുന്നതേ ഉള്ളതുകൊണ്ടാണ് ദൈവം പിന്നെ ജനത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞതാണ്, ഈ ജനത്തെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ പാവങ്ങൾ കൂടത്തേയുള്ളൂ, ഈ പാവം കുറയത്തില്ല. അപ്പോൾ പാവങ്ങൾ പൂർണ്ണമായി മാറാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, ഈ ഭൂമി ജനിച്ചു.
ഇനി യേശുവിൻ്റെ രക്തത്താ നമുക്ക് പാപമോചനമുണ്ട്. യേശുവിൻ്റെ രക്തത്താ നമുക്ക് പാപമോചനമുണ്ട്. ഇനി നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും യേശുവിൻ്റെ രക്തത്താ പാപമോചനം. അതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറയുക. ഇനി തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഇനി പാവങ്ങൾ ചെയ്യാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് പാവം ചെയ്യരുത്. അറിയാതെ വരുന്ന തെറ്റുകളെ ദൈവം ക്ഷമിക്കും. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അറിയാതെ അറിഞ്ഞുകൊണ്ടും തെറ്റുകൾ ചെയ്യാതിരിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വചനമനുസരിക്കുക. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ നമ്മൾ മരണശേഷം നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകും. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ജീവിക്കാൻ ദൈവം ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. ആ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് നേട്ടമുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു മിക്സി മേടിച്ചാൽ തന്നെ ആ മിക്സി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തൊരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ലോക്കറ്റ് അനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ആ മിക്സി നമുക്ക് കൂടുതൽ നാൾ അതിനെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ മിക്സി മേടിച്ചുകൊണ്ടുവന്ന് നമ്മളെ തോന്നിയതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ആ മിക്സി എത്രയും പെട്ടെന്ന് അത് ഇല്ലാതായി. അതേപോലെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തോന്നിയതുപോലെ അടിച്ചു പൊളിച്ച് ഇല്ലാതാക്കി കളയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മൾ മരണശേഷം സ്വർഗ്ഗത്ത് പോകും. എപ്പോഴും മരിക്കുമെന്നറിയത്തില്ല. മരണം ഉറപ്പാണ്. പക്ഷേ ദൈവം വിളിക്കുന്ന സമയത്തെ നമ്മൾ പോകും. അല്ലാതെ എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞാലൊന്നും എടുക്കത്തില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിന്നെ വിളിക്കും. അപ്പോൾ നിനക്ക് അല്പ ദിവസം മാത്രമേ ഇവിടെ ജീവിതമുള്ളൂ. ആ ജീവിക്കുന്ന നാൾ വരെ ദൈവഭയത്തോടെ ജീവിച്ചാൽ ദൈവം വിളിക്കുന്ന നാളിൽ നിനക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയും. നമ്മുടെ നാട്ടിൽ വേട്ടപ്പട്ടികളും പൂമ്പാറ്റകളുമുണ്ട്. വേട്ടപ്പട്ടികളും പൂമ്പാറ്റകളും എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യരെയാണ് പറയുന്നത്. അപ്പോൾ വേട്ടപ്പട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പെമ്മക്കൾ ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, പല ആവശ്യങ്ങളായിട്ട് പോകുന്നവരുണ്ട്, ബന്ധുക്കളെ വീട്ടിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ജോലിക്കാര്യത്തിനായി പോകുന്നവരുണ്ട്. പല കാര്യത്തിനും ഇപ്പോൾ രാവിലെയൊക്കെ പാല് മേടിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പല സ്ഥലങ്ങളിലും പോണത്. അപ്പോൾ അവരുടെ കൂടെ വേറെ ആരും കാണത്തില്ല. പഠിക്കാൻ പോണ കുട്ടികളായി ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പോണത്. അവർ ബന്ധുക്കളെ വീട്ടിൽ പോണത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അവരുടെ കൂടെ ചിലപ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ നമ്മളെ പെമ്മക്കൾ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോകുന്നത് പല ആൾക്കാരും പല സ്ഥലങ്ങളും പാത്തിരുന്നുകൊണ്ട് നോക്കി അവർ ഏത് സ്ഥലത്താണ് ഒറ്റയ്ക്ക് വരുന്നത്, ആരുമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഈ വ്യക്തികൾ പോയി അവരെ ഉപദ്രവിക്കും, അവരെ ശല്യപ്പെടുത്തും, അവരെ ചിലപ്പോൾ പീഡിപ്പിച്ച് കൊല്ലാൻ വരെ ഇടകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് വേട്ടപ്പട്ടികൾ. വേട്ടപ്പട്ടികൾ അവിടെ എവിടെയായി പാത്തിരിക്കും. അപ്പോൾ അവിടെ എവിടെ പാത്തിരിക്കുന്ന ഈ കുട്ടികൾ അറിയത്തില്ല. ഈ മക്കൾ ഇതൊന്നും അറിയാതെ അവർ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളെ വീട്ടിലോ അവർ പഠിക്കാൻ പോകുന്ന അവസ്ഥയിലോ അങ്ങനെ പല സ്ഥലങ്ങളും അവരെ ആരെങ്കിലും കാണാനൊക്കെ അങ്ങനെ പോകും. ചിലപ്പോൾ കൂട്ടുകാരികളെ വീട്ടിലൊക്കെ പോകുന്ന സമയത്താണ് പല വ്യക്തികൾ വേട്ടപ്പട്ടികളെ പോലെ പലയിടത്തും പാത്തിരുന്നു കൊണ്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന കാര്യം ഇവർ വേട്ടപ്പട്ടികളെ പോലെ അവിടെ എവിടെയായി പാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയോ കുട്ടികൾ നശിച്ചു പോകുന്നു, എത്രയോ കുട്ടികൾ മരിച്ചു പോകുന്നു, എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളെ അടിച്ചു കൊല്ലുന്നു, എത്രയോ കുട്ടികൾ പല പയ്യന്മാരുമായിട്ട് പ്രേമിച്ച് നടന്നുകൊണ്ട് പിന്നെ ആ കുട്ടിയെ അവന് കിട്ടൂലെന്നുള്ളൊരു പ്രതീക്ഷ വരുമ്പോൾ അവൻ പിന്നെ ആ കുട്ടിയെ ഒന്നീ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത് അവനെ ആ കുട്ടിയെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളെ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ വേട്ടപ്പട്ടികളെ പോലെ അവിടെ എവിടെ പാത്തിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരെ നശിപ്പിച്ച് കളയുന്നു. സഹോദരങ്ങളെ, നീ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ വചനമനുസരിക്കുന്നെങ്കിൽ, നീ വചനപ്രകാരം ജീവിച്ചാൽ നിൻ്റെ മക്കളെ സാത്താൻ തൊടാൻ ദൈവം അനുവദിക്കുന്നില്ല. സാത്താൻ തൊടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം ആ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം ആ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊള്ളും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കണം. യേശുവിനോട് ദൈവം പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. വചനപ്രകാരം ജീവിക്കണം. ദൈവത്തോട് പറയണം, ദൈവമേ, എൻ്റെ മക്കളെ ദൈവം സൂക്ഷിക്കണം. ഞാൻ ജോലിക്ക് പോകുന്നു, എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടികളെ കൂടെ നടക്കാൻ കഴിയത്തില്ല. ഞാൻ ജോലിക്ക് പോകുന്നു, ഞാൻ പല ആവശ്യങ്ങളായിട്ട് പോകുന്നു, എൻ്റെ മക്കളും പല കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരെ കൂടെ പോകാൻ, അവരെ സംരക്ഷിക്കാനോ ആരുമില്ല. യേശു മാത്രമേ സംരക്ഷിക്കുക, യേശു മാത്രമേ കരുതാനുള്ളൂ, യേശു മാത്രമേ സൂക്ഷിക്കാനുള്ളൂ. ദൈവമേ, അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ദൈവം സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ വേട്ടപ്പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വേട്ടപ്പട്ടികൾ
പല കുട്ടികളെയും അവിടെ ഇവിടെ പാത്തിരുന്നു കൊണ്ട് അവരെ നശിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ മക്കളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ യേശുവിനോട് അടുത്തിരിക്കണം. ദൈവത്തോട് അടുത്തിരുന്നാൽ മാത്രമേ ദൈവം ആ കുട്ടികളെ സൂക്ഷിക്കൂ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുക. യേശുവിനെ അറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളും യേശുവിനെ സ്വീകരിക്കുക. കാര്യം യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലാതെ വേറൊരു മാർഗമില്ല, വേറൊരു വഴിയില്ല. ഒരേ ഒരു സത്യം യേശു, ഒരേ ഒരു വഴി യേശുവിൻ്റെ വഴി. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ പൂമ്പാറ്റകളുണ്ട്. പൂമ്പാറ്റകളെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പൂമ്പാറ്റകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയിൽ വലിയ പൂവുണ്ട്, ചെറിയ പൂവുണ്ട്. അപ്പോൾ ഈ ചെറിയ പൂവിലും വലിയ പൂവിലും ഈ പൂമ്പാറ്റകൾ വന്നിരുന്ന് തേൻ കുടിക്കും. വലിയ പൂവിലെ തേനും കുടിക്കും, ചെറിയ പൂവിലെ തേനും കുടിക്കും. എന്നിട്ട് പൂമ്പാറ്റ പോകും. കാര്യം പൂമ്പാറ്റയുടെ ആവശ്യം അതിലുള്ള തേൻ കുടിക്കുക, അതിൻ്റെ വയറ് നിറയ്ക്കുക, അത് പോവുക. അപ്പോൾ എവിടെയൊക്കെ പൂവുകളുണ്ടോ അവിടെയെല്ലാം പോയി ഈ പൂമ്പാറ്റകൾ തേൻ കുടിക്കും. അപ്പോൾ അതേപോലെ നമ്മളെ നാട്ടിൽ ഒരുപാട് പൂമ്പാറ്റകളുണ്ട്. ഈ പൂമ്പാറ്റകളെ ജോലി എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ഒരേ കുടുംബങ്ങളെ, ഒരേ ഫാമിലികളെ അവരെ നോക്കും. ഒരേ വ്യക്തികളെ അവർ നോക്കും. നോക്കിയിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു 2 മക്കളും ആ 2 മക്കളെ അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, എടി ഞാൻ ഒരു 2 മാസത്തേക്ക് ഞാൻ ഇവിടെ തൃശ്ശൂർ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ നീ അതുകൊണ്ട് ഈ പിള്ളേരെ നോക്കി വീട്ടുകാരെയും നോക്കി നീ വിട്ടിരുന്നോ. അപ്പോൾ ഞാൻ പോയിട്ട് ഇടയ്ക്കൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ വിളിക്കാം. ചിലപ്പോൾ സമയം കിട്ടില്ലെങ്കിൽ ഞാൻ വിളിക്കത്തുമില്ല. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, നീ പിള്ളേരെ നോക്കി വീട്ടുകാരെ നോക്കി നീ വിട്ടിരുന്നോണം, വീട്ടുകാര്യങ്ങളെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഈ ചേട്ടൻ പണിക്ക് പോകും. അപ്പോൾ ഈ സമയം നോക്കി ചില പൂമ്പാറ്റകൾ വരും. ചില പൂമ്പാറ്റകൾ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് കണ്ണും കൈയൊക്കെ കാണിക്കും, കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ നമ്പർ മേടിക്കും, എന്നിട്ട് ആ നമ്പറിൽ വിളിക്കും. എന്നിട്ട് ചക്കരെ മുത്തേ പൊന്നേന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ചേച്ചിക്ക് അങ്ങ് മനസ്സലി. കാര്യം ഒരു പുതിയതായിട്ടൊരു ചേട്ടൻ വന്ന് എന്നെ ചക്കരെ മുത്തേ പൊന്നേന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കരമായ ഒരു മനസ്സലിവ്, ഭയങ്കരമായൊരു സ്നേഹം. ചേട്ടൻ്റെ അടുത്ത് പോലും ഇല്ലാത്തൊരു ഭയങ്കരമായൊരു സ്നേഹം ആ ചേട്ടനോട് തോന്നും. അങ്ങനെ ആ ചേട്ടനോട് തോന്നുമ്പോൾ എന്ത് ചെയ്യും? ആ ചേട്ടനുമായിട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും. പിന്നെ ആ ചേട്ടനെ വീട്ടിൽ വിളിക്കും, ചേട്ടൻ വീട്ടിൽ വരും. പിന്നെ അവിടുന്ന് ചോറ് കഴിക്കും, പിന്നെ കഞ്ഞി കുടിക്കും. അങ്ങനെയൊക്കെ ആയി. പിന്നെ അങ്ങനെയായി പിന്നെ പല ജീവിത കാര്യങ്ങളും പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങാനൊക്കെ പോകും. അപ്പം സ്വന്തം ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ല. സ്വന്തം ചേട്ടൻ അവിടെ ദൂരെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ചേട്ടൻ വിളിക്കാം, പറയുമോ സുഖം തന്നെ ചേട്ടാ, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു, ഒന്നിനും ഒരു കുഴപ്പമില്ല, ചേട്ടൻ സന്തോഷമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്തു, ആവശ്യമുള്ള പൈസയൊക്കെ ഞാൻ അയച്ചു തന്നാൽ മതി, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ ചേട്ടൻ പണിയെല്ലാം കഴിഞ്ഞ് 2-3 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ അവിടെ ഭാര്യയുമില്ല, മക്കളുമില്ല. ചിലപ്പോൾ മക്കൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഭാര്യ കാണത്തില്ല. എന്തു പറ്റും? മറ്റേ പൂമ്പാറ്റയായ ചേട്ടൻ ആ ചേച്ചിയെ അടിച്ചുകൊണ്ട് പോയി. ആ പൂമ്പാറ്റയായ ചേട്ടൻ എന്ത് ചെയ്തു? ആ ചേച്ചിയെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ചേട്ടാ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ചാൽ, നിങ്ങളെ മക്കളെയും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിപ്പിച്ചാൽ, നിങ്ങളെ ഭാര്യയും ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ചാൽ, നിങ്ങളുടെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോകത്തില്ല, മറ്റൊരു വ്യക്തിയുടെ കൂടെ പോകത്തില്ല. കാര്യം പൂമ്പാറ്റകൾ വന്ന് ഈ വീട്ടിന് 4 ചുറ്റും കറങ്ങുന്നതല്ലാതെ പൂമ്പാറ്റയ്ക്ക് അകത്ത് കയറാൻ കഴിയത്തില്ല. കാര്യം അവിടെ യേശു ഉള്ളതുകൊണ്ട് യേശു ഈ പൂമ്പാറ്റകളെ അകത്ത് കയറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിലും യേശു ഉണ്ടെങ്കിൽ അതിനകത്തും നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിലും ഈ പൂമ്പാറ്റയ്ക്ക് കയറാൻ കഴിയത്തില്ല. കാര്യം അവിടെയും യേശു ഉള്ളതുകൊണ്ട് പൂമ്പാറ്റയ്ക്ക് അവിടെയും കയറാൻ കഴിയത്തില്ല. പൂമ്പാറ്റ എന്ത് ചെയ്യും? അവിടെയും കറങ്ങിയിട്ട് പൂമ്പാറ്റ എന്ത് ചെയ്യും? അടുത്ത വീട്ടിലേക്ക് പൂമ്പാറ്റ പോകും. അപ്പോൾ നിങ്ങളെ വീട്ടിനെ നശിപ്പിക്കാനോ, നിങ്ങളെ വീട്ടിനെ ഇല്ലാതാക്കാനോ, നിങ്ങളെ ഫാമിലിയെ തകർക്കാനോ, നിങ്ങളെ ഫാമിലിയെ ഇല്ലാതാക്കാനോ ഈ പൂമ്പാറ്റയ്ക്ക് കഴിയത്തില്ല. കാര്യം നിങ്ങളെ ഭവനത്തിൽ യേശു ഉള്ളതുകൊണ്ട് ഈ പൂമ്പാറ്റ അതിന് 4 ചുറ്റും വന്ന് കറങ്ങിയിട്ട് അടുത്ത ഭവനത്തിലേക്ക് പോകും. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂമ്പാറ്റകൾ ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരിക്കൽ ഒരു പൂമ്പാറ്റയെ കണ്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പൂമ്പാറ്റ പറയുകയാണ്, എനിക്ക് 10-15 സഹോദരിമായിട്ട് ബന്ധമുണ്ട്. ഞാൻ സംസാരിക്കുന്നു, വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ കാണും, ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ദൂരെവിടെയിൽ പണിക്ക് പോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ
വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പൂമ്പാറ്റകൾ, സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരുപാട് പൂമ്പാറ്റകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോൾ പൂമ്പാറ്റകൾ വരുന്നു, പൂമ്പാറ്റകൾ പോകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനം അനുസരിക്കണം. ഒരു പൂമ്പാറ്റയും നിങ്ങളെ വീട്ടിൽ കയറാതിരിക്കാൻ യേശു നിങ്ങളെ ഭാര്യയുടെ ഉള്ളിൽ വേണം, യേശു നിങ്ങളെ മക്കളെ ഉള്ളിൽ വേണം, യേശു സഹോദര നിൻ്റെ ഹൃദയത്തിൽ വേണം. യേശു നിൻ്റെ സഹോദര നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ ഒരു പൂമ്പാറ്റയും വരത്തില്ല, നിൻ്റെ മക്കളെ പിടിക്കാൻ ഒരു വേട്ട പട്ടികളും വരത്തില്ല. കാരണം യേശു അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. പിന്നെ നിങ്ങളെ അച്ഛനെയും അമ്മയെല്ലാം നിങ്ങൾ നോക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം അച്ഛനും അമ്മയും നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം വലിയൊരു ശാപമായിട്ട് മാറും. അതുകൊണ്ട് അച്ഛനെയും അമ്മയെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ആവശ്യമായ ആഹാരങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണം. കാര്യം നിങ്ങളെ കുഞ്ഞുനാളിലെ അച്ഛനും അമ്മയും നിങ്ങളെ നല്ല രീതിയിൽ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. നിങ്ങൾ വലുതായപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയെ ഉപേക്ഷിക്കാൻ പാടില്ല. അച്ഛനും അമ്മയെ നോക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അച്ഛൻ്റെ കയ്യിലോ കാലിലൊക്കെ നഖമുണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കണം. അമ്മയുടെ കയ്യിലും കാലിലൊക്കെ നഖമുണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കണം. അവരെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ ആശുപത്രി കൊണ്ടുപോകണം, അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കണം. അപ്പോൾ അവരുടെ ശാപങ്ങൾ നിങ്ങൾ ഏറ്റുപേടിക്കരുത്, അവരെ കണ്ണുനീര് നിങ്ങളെ ജീവിതത്തിൽ തടസ്സമായി മാറരുത്. അച്ഛനെയും അമ്മയും നല്ലോണം നോക്കണം, നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ നീ സത്യത്തിലും ആത്മാവിലും യേശുവിനെ ആരാധിച്ചാൽ നിൻ്റെ ഭവനത്തിൽ വേട്ടപ്പട്ടികൾ കയറത്തില്ല, നിൻ്റെ ഭവനത്തിൽ പൂമ്പാറ്റകൾ വരത്തില്ല. യേശുവിനെ സ്വീകരിക്കുക, ദൈവത്തിൻ്റെ വചനമനുസരിക്കുക. ദൈവനാമമുഖത്തപ്പെട്ട് ഈ പറഞ്ഞ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ പാപത്തിലോ ശാപത്തിലോ വീഴാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. ദൈവമേ കൃപ തരണേ. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട കൃപ ദൈവം തരും. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. പിന്നെ നമ്മളെ തോന്നിയാസം പോലെ ജീവിക്കാനാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമില്ല. നമ്മളെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം. നമ്മൾ മരിക്കാൻ അങ്ങ് മരിക്കും, പക്ഷേ മരണശേഷം ആത്മാവ് നരകത്തിലും പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. കൃപയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കൃപയുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളും പരാജയങ്ങളും സംഭവിക്കും. അതുകൊണ്ട് സഹോദര, യേശുവിനെ സ്വീകരിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. വചനപ്രകാരം ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ വേട്ടപ്പട്ടിയും പൂമ്പാറ്റയും വരത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.